നമ്മൾ വീടും പരിസരവും ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് വൃത്തിയാക്കാതിരിക്കാൻ കഴിയില്ല അല്ലേ? വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫുഡ് വേസ്റ്റസൊക്കെ അതിൽ നിന്ന് ദുർഗന്ധം വന്ന് തുടങ്ങും, അഴുകുന്നത് നമ്മൾ കണ്ടു തുടങ്ങും അല്ലേ? ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മളത് വൃത്തിയാക്കാൻ നോക്കുന്നത്. ഇതേപോലെ നമ്മളുടെ മനസ്സിനെ ഒരു റൂമാക്കിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കാണുന്നതിലൂടെ, നമ്മൾ കേൾക്കുന്നതിലൂടെ, നമ്മൾ അനുഭവിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ കയറുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലൈക്ക് ഫോൺ യൂസ് ചെയ്യുന്ന അതിൻ്റെ എല്ലാ ആക്ഷൻസും മെമ്മറിയിൽ സ്റ്റോർ ആവുന്ന പോലെ. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ മെമ്മറി കാർഡ് ഫുള്ളാവുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് വൃത്തിഹീനമാവുന്ന സമയത്ത് നമ്മളത് കോൺഷ്യസ്ലി ചെയ്യുമ്പോൾ അവിടെ വൃത്തിയായിട്ടിരിക്കും. വീണ്ടും നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ അവിടെ പ്ലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാത്തത് കൊണ്ട്, കാണാത്തത് കൊണ്ട് ആ ഒരു പ്രോസസ്സ് നമ്മൾ ഹെൽത്തി വേയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നാച്ചുറലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കൊടയലുണ്ട്, ഒരു ഡിലീറ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. അതാണ് പല പല അസുഖങ്ങളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ദേഷ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കരച്ചിലിൻ്റെ അലറി വിളിച്ചിട്ടുള്ള സൗണ്ടായിട്ട്, അല്ലെങ്കിൽ പാനിക് അറ്റാക്ക്, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ ഹെൽത്തി വേയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ളതാണ്.